Area of surface of revolution in parametric coordinates. നമ്മൾ നേരത്തെ കണ്ടു revolution about the x axis ആയിരുന്നു, revolution about the y axis. രണ്ട് കേസ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ surface of revolutionന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് in parametric coordinates. അതായത് നമ്മുടെ given curve parametric coordinatesൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെ ആ കർവ് revolution ചെയ്ത് കിട്ടുന്ന സർഫസിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്. കർവിന്റെ ഇക്വേഷൻ parametric coordinatesലായിരിക്കും. ആ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നേരത്തെ രണ്ട് കേസിലും റെവല്യൂഷൻ അബൌട്ട് ദി എക്സ് ആക്സിസ് ആയിരുന്നപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരുന്ന ഫംഗ്ഷൻ, റെവല്യൂഷൻ അബൌട്ട് ദി വൈ ആക്സിസ് ആയപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്നായിരുന്നു ഫംഗ്ഷൻ. എന്നാൽ ഇനി കർവിന്റെ എക്സ്പ്രഷൻ പാരാമെട്രിക് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ടി. എക്സും വൈയും രണ്ടും ഒരു സിംഗിൾ വേരിയബിൾ ആയ ടിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ അതിനാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് വിളിക്കുക. സോ അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെ സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. If the equation of the curve is given in the parametric form, x is equal to f of t, y is equal to phi of t. That means x and y are some functions of t. And t1 and t2 are the values of the parameter t. Parameter t യുടെ range ആണ് നമ്മൾ പറയുന്നത്. t1 to t2 ആണ് അതിന്റെ വേരിയേഷൻ വരുന്നത്. t equal to t1 to t equal to t2. Corresponding to the points of the arc. Okay. So ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ എടുത്ത് അവിടെ t യുടെ വേരിയേഷൻ, ആർക്കിലെ t യുടെ വേരിയേഷൻ ആണ് t1 to t2. Then the area of surface obtained by revolving the portion of the arc about the x-axis. ഇവിടെ നമ്മൾ കർവിന്റെ ഇക്വേഷൻ പാരാമെട്രിക് ഫോമിലാണെന്നേ ഉള്ളൂ, നമ്മൾ റിവോൾവ് ചെയ്യുന്നത് about the x-axis തന്നെയാണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പാരാമെട്രിക് ഫോം ഓഫ് ദി കർവ് ആണ്, ബട്ട് റെവല്യൂഷൻ about the x-axis ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഏരിയ ഓഫ് ദി സർഫസ് ഓഫ് റെവല്യൂഷൻ A is given by 2 into integral from t1 to t2. കാരണം വിത്ത് റെസ്പെക്ട് ടു dt, t ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ t യുടെ വേരിയേഷൻ ആണ് കൊടുക്കേണ്ടത്. From t1 to t2. ഇനി നമുക്കറിയാം റെവല്യൂഷൻ അബൌട്ട് ദി എക്സ് ആക്സിസ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. സോ റെവല്യൂഷൻ അബൌട്ട് ദി എക്സ് ആക്സിസ് ആയിരുന്നപ്പോൾ അവിടുത്തെ ഫോമുല എന്തായിരുന്നു, y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ആ ഫോമുലയായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ റെവല്യൂഷൻ അബൌട്ട് ദി എക്സ് ആക്സിസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇന്റഗ്രലിനകത്ത് വരുന്ന y തന്നെയാണ്. y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ അല്ല, y ഇൻറ്റു റൂട്ട് ഓഫ്, റൂട്ടിനകത്ത് ക്വാണ്ടിറ്റിക്ക് വ്യത്യാസമുണ്ട്, എന്താണ് വരിക, ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. പക്ഷെ ഒരു സിമിലാരിറ്റി ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ റെവല്യൂഷൻ അബൌട്ട് ദി എക്സ് ആക്സിസ് ആയിരുന്നപ്പോൾ ഇന്റഗ്രലിനകത്ത് y എന്നായിരുന്നു വരുന്നത്. കർവിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വരും, ഇന്റഗ്രലിനകത്ത് y ഇൻറ്റു റൂട്ട് ഓഫ് എന്ന് പറഞ്ഞു വരും. അതേപോലെ തന്നെ ഇവിടെ y ഇൻറ്റു റൂട്ട് ഓഫ് എന്ന് പറഞ്ഞു വരും. ആ ഒരു സിമിലാരിറ്റി ഉണ്ട് ഈ ഫോമിലേക്കകത്ത്. സോ ഇതാണ് നമുക്ക് ഡി എക്സ് ബൈ ഡി ടി, എക്സ് ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. സോ അതിൽ നിന്ന് ഡയറക്റ്റ് ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടി ഇവാലുവേറ്റ് ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സോ എന്താണ് സർഫസ് ഏരിയയുടെ ഫോമുല, 2 ഇന്റഗ്രൽ ഫ്രം t1 to t2 y ഇൻറ്റു റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി സ്ക്വയർ ഡി ടി. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. So first problem, find the surface area of the surface obtained by revolving an arch of the curve x is equal to a into theta minus sin theta, y is equal to a into 1 minus cos theta about the x-axis. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് ദി കർവ് ആണ് തന്നിരിക്കുന്നത്. x is some function of theta ആണ്, t അല്ല, ഇവിടുത്തെ വേരിയബിൾ theta ആണ് t ക്ക് പകരം. y is also expressed as a function of theta. അതേപോലെ revolution about the x-axis ആണ്. സോ നമുക്ക് നമ്മളിപ്പോൾ പഠിക്കുന്ന കേസാണ് വരുന്നത്, പാരാമെട്രിക് ഫോം ഓഫ് ദി കർവ്, റെവല്യൂഷൻ അബൌട്ട് ദി എക്സ് ആക്സിസ്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ കർവ് മൊത്തത്തിലല്ല റിവോൾവ് ചെയ്യുന്നത്. ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദി സർഫസ് ഒബ്റ്റെയിൻഡ് ബൈ റിവോൾവിംഗ് ആൻ ആർച്ച് ഓഫ് ദി കർവ്. ഈ കർവിന്റെ ഒരു ആർച്ച് മാത്രം നിങ്ങൾ റിവോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ ഈ കർവ് പ്ലോട്ട് ചെയ്യാണ്. സോ ഈ കർവ്, ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ട് ഈ കർവിന്റെ ഫോം ഇതാണെന്ന് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഇത് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. കാരണം ഈ ഫിഗർ ഒന്നും നിങ്ങൾക്ക് തരില്ല. സോ ഈ കർവ് ഇതാണ്, എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു, ഇതാണ് രണ്ട് ആർച്ചാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. ഈ കർവ് ഇങ്ങനെ ആർച്ച്, ഇങ്ങനെ എക്സ് ആക്സിസ് വന്ന് മുട്ടുന്ന ആർച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ഇതിന്റെ ഫിഗർ. ഇത് ഞാനിപ്പോൾ രണ്ട് ആർച്ച് വരച്ചിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് രണ്ട് ആർച്ചാണ്. സോ ഈ ഫിഗറിന്റെ പേര് സൈക്ലോയിഡ് എന്നാണ് കേട്ടോ. ഈ തന്നിരിക്കുന്ന കർവിന്റെ പേര് സൈക്ലോയിഡ് എന്നാണ്. സോ ഇതിൽ ഒരു ആർച്ച് റിവോൾവ് ചെയ്താൽ മതി. ഒരു ആർച്ച് റിവോൾവ് ചെയ്യുമ്പോൾ സർഫസിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആൻ ആർച്ച് ഓഫ് ദി സൈക്ലോയിഡ് ഈസ് ദ പോർഷൻ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കോണ്ടാക്ട്സ് ഓഫ് ദി കർവ് വിത്ത് ഇറ്റ്സ് ബേസ്. നിങ്ങൾ നോക്കാം, ഇവിടെ ബേസ്, ഹിയർ ദ ബേസ് ഓഫ് ദി സൈക്ലോയിഡ് ഈസ് ദ എക്സ് ആക്സിസ്. ഈ കർവിന്റെ ബേസ് എക്സ് ആക്സിസ് ആണ്. ആ ഒരു ആർച്ച് കിട്ടണമെങ്കിൽ എന്താണ്, ആ കർവ് രണ്ട് തവണ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യണം. അടുപ്പിച്ചുള്ള രണ്ട് മീറ്റിംഗ് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നതിന് അതിന്റെ ഇടയ്ക്കുള്ള കർവാണ് എന്തെന്ന് പറയാം, ഒരു ആർച്ച്. ഇവിടെ നോക്കുക, ഈ ഒറിജിനും ഈ കർവ് എക്സ് ആക്സിസ് മുട്ടുന്ന പോയിന്റ് ഒരെണ്ണം ഒറിജിൻ ആണ്, ഒരെണ്ണം വേറൊരു പോയിന്റ്.
ഈ പോയിന്റ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ഇതിന്റെ താഴോട്ട് ഞാൻ അത് കണ്ടുപിടിക്കുന്ന രീതിയുണ്ട്. അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് താഴത്തേക്ക് പറയാം. എനിവേ ഒരു ആർച്ച് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ബേസ് ആയ എക്സ് ആക്സിസുമായിട്ട് ഈ കർവിന്റെ രണ്ട് കോണ്ടാക്ട് വരുന്നതിന്റെ ഇടയ്ക്കുള്ള പോർഷൻ. സോ അതാണ് ഒരു ആർച്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ബേസ് ഓഫ് ദ സൈക്ലോയിഡ് എക്സ് ആക്സിസ് ആണ്. സോ ഈ കർവ് എക്സ് ആക്സിസിൽ മുട്ടുമ്പം അവിടെ എന്താണ്, എക്സ് ആക്സിസിലെ പോയിന്റ്സിനെല്ലാം y ഈക്വൽ ടു 0 ആണ്. സോ ഈ കോണ്ടാക്ട് വരുന്ന ഈ പോയിന്റിന്റെ എല്ലാം y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ദാറ്റ് ഇസ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ആണ്. സോ അറ്റ് ദി കോണ്ടാക്ട് ഓഫ് ദി കർവ് വിത്ത് എക്സ് ആക്സിസ് y ഈക്വൽ ടു 0. സോ ഇംപ്ലൈസ് നമുക്ക് ആ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്? കാരണം എന്താ, നമുക്കിവിടെ തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ വേണം. ഇവിടെ ടി അല്ല, തീറ്റയാണ്. തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടുപിടിക്കുക. ഓക്കെ, സോ y ഈക്വൽ ടു 0 ആണ്. y എന്ന് പറഞ്ഞാൽ എന്താണ്? a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. സോ a ഇൻറ്റു 0 വൈക്ക് 0 കൊടുത്താൽ 0 ഇസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി a എന്ന് പറയുന്നത് 0 അല്ല കേട്ടോ. കാരണം ഇവിടെ ഈ ഇക്വേഷൻ നോക്കുക, x is equal to a into theta minus sin theta, y is equal to a into 1 minus cos theta. രണ്ടിടത്തും a ഉണ്ട്. a 0 ആയ x ഉം y ഉം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ a എന്ന് പറയുന്നത് നോൺ സീറോ വാല്യൂ ആണ്. സോ a നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ പിന്നെ ഈ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ എന്ത് 0 ആണ്? 1 മൈനസ് കോസ് തീറ്റ 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1. ഇനി കോസ് തീറ്റ 1 ആകുന്ന തീറ്റയുടെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം. തീറ്റ ഈസ് ഈക്വൽ ടു 2n π ആകുമ്പോഴാണ്. n ഈസ് എനി ഇൻഡിജർ, n ഏത് ഇൻഡിജർ വേണമെങ്കിലും ആകും. ഇനി നമുക്ക് വേണ്ടത് രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടാക്ട്സ് ആണ്. സോ രണ്ട് അടുപ്പിച്ചുള്ള ഇൻഡിജേഴ്സ് വേണം ഞാൻ ചൂസ് ചെയ്യാൻ. എന്നിട്ട് തീറ്റയുടെ വാല്യൂ എഴുതുക. സോ ഞാൻ എന്നിന് 0യും 1ഉം അടുത്തടുത്തുള്ള രണ്ട് ഇൻഡിജേഴ്സ് ആണല്ലോ 0യും 1. നിങ്ങൾക്ക് വേണേൽ 1ഉം 2ഉം കൊടുക്കാം. അപ്പോഴും കിട്ടുന്ന ഒരു ആർച്ച് ആയിരിക്കും. പക്ഷെ ഞാനിവിടെ ഏറ്റവും എളുപ്പം എനിക്ക് കിട്ടുന്നത് 0യും 1ഉം കൊടുക്കുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെ അടുത്തടുത്ത രണ്ട് ഇൻഡിജേഴ്സ് 0യും 1ഉം കൊടുത്തു. എന്നിന് ഇവിടെ 0 കൊടുക്കുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടും? 2 ഇൻറ്റു 0 ഇൻറ്റു പൈ, ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. എന്നിന് 1 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു പൈ, 2π എന്ന് കിട്ടും. So by putting n equal to 0 and n equal to 1, we get the values of theta as theta equal to 0 and theta is equal to 2π. So theta limits of integration കിട്ടി. നമുക്കിനി പ്രോബ്ലം ചെയ്ത് പോകാം. എനിവേ ഞാൻ ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് കാണിച്ചിട്ടുണ്ട്. തീറ്റ ഈക്വൽ ടു 0 വരുമ്പോൾ എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ച് ഈ പോയിന്റ് കിട്ടും. തീറ്റ ഈസ് ഈക്വൽ ടു 2π വരുമ്പോൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ കിട്ടിയ ഈ പോയിന്റ് കിട്ടും. ജസ്റ്റ് ആ പോയിന്റ്സും കൂടി ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. And theta is equal to 0. X is equal to a into theta minus sin theta on a given curve. So a into 0 minus sin 0, that is 0 minus a into 0 minus 0, that is 0. Y is a into 1 minus cos theta. So y is equal to a into 1 minus cos 0. Cos 0 is 1, a into 1 minus 1, that is also 0. So first point എന്ത് കിട്ടി? 0 0 എന്ന് കിട്ടി. അതേപോലെ when theta is equal to pi, x is equal to a into 2π minus sin 2π, that is 2π minus 0, 2π a എന്ന് കിട്ടും. Y is equal to a into 1 minus cos 2π, that is a into 1 minus 1, that is 0. സോ 2π a 0 ആണ് രണ്ടാമത്തെ പോയിന്റ്. സോ ഇങ്ങനെയാണ് ഞാനത് മാർക്ക് ചെയ്തിരിക്കുന്നത്. 0 0 എന്ന് പറയുന്ന പോയിന്റ് 2π a 0. സോ അതിനിടയ്ക്ക് വരുന്ന ഈ ആർച്ചാണ് ഒരു ആർച്ച്. ഓക്കെ, എനിവേ എനിക്കിവിടെ അതിന്റെ ആവശ്യമില്ല, തീറ്റയുടെ വാല്യൂസ് മാത്രം മതി. തീറ്റ വേരീസ് ഫ്രം 0 to 2π ആണ്. Thus theta is equal to 0 and theta is equal to 2π corresponds to the two consecutive contacts 0 0 and 2π a 0 of the curve with the x-axis. Hence limit of integration are theta equal to 0 and theta equal to 2π. Okay. ഇനി എനിക്ക് dx by d തീറ്റയും dy by d തീറ്റയും കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി എക്സിന്റെ ഇക്വേഷൻ എടുത്ത് a ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ, dx by d തീറ്റയും എന്ത് വരും? a ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്തു. സോ 1 മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. അതേപോലെ y is equal to a into 1 minus cos theta, that is dy by d തീറ്റ എടുത്ത് a ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് ഓഫ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, മൈനസ് മൈനസ് പ്ലസ് ആവും. സോ a സൈൻ തീറ്റ എന്ന് കിട്ടും. ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a is equal to 2π ഇൻറ്റു റൂട്ട് ഓഫ് തീറ്റയുടെ ലിമിറ്റ്സ് കൊടുക്കുന്നു 0 to 2π, y ഇൻറ്റു റൂട്ട് ഓഫ് dx by d തീറ്റ സ്ക്വയർ പ്ലസ് dy by d തീറ്റ സ്ക്വയർ d തീറ്റ. ഇനി y എന്ന് പറഞ്ഞാൽ എന്താണ്? സോ 2π ഇന്റഗ്രൽ 0 to 2π, yക്ക് പകരം a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റൂട്ട് ഓഫ് dx by d തീറ്റ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ സ്ക്വയർ പ്ലസ് dy by d തീറ്റ സ്ക്വയർ a സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. That is 2π ഇന്റഗ്രൽ 0 to 2π a into 1 minus cos theta into root of a സ്ക്വയർ രണ്ട് ടേമിലും ഉണ്ട്. അത് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് തീറ്റ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. സോ 1 മൈനസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് അടുത്ത ടേമിൽ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആവും. സോ അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രലിനകത്ത് ഇതെന്താവും? ഇത് 1 ആയാൽ ഇതെന്താവും? 1 മൈനസ് 2 കോസ് തീറ്റ പ്ലസ് 1, ദാറ്റ് ഈസ് a സ്ക്വയർ ഇൻറ്റു 2 മൈനസ് 2 കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ഒരു എ ഉണ്ട്. അതേപോലെ ഈ റൂട്ട് എ സ്ക്വയർ എന്നുള്ളത് റൂട്ടിന്റെ പുറത്ത് വീഴുമ്പോൾ എ ആകും. സോ അങ്ങനെയാണ് ഇവിടെ രണ്ട് എ വന്നിരിക്കുന്നത്. റൂട്ടിനകത്ത് 2 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്നാവും. സോ ഈ എ സ്ക്വയർ ഞാൻ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കുന്നു. സോ 2π a സ്ക്വയർ ഇന്റഗ്രൽ 0 to 2π 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു
ഇനി ഇവിടെ സൈഡിൽ നോക്കുക 1 മൈനസ് കോസ് തീറ്റ റൂട്ടിനകത്തുണ്ട്. അതിന് ഞാൻ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് മാറ്റി കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സോ അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ √4ന്റെ റൂട്ട് 2 വരും. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ന്റെ റൂട്ട് സൈൻ തീറ്റ ബൈ 2. സോ ഈ 4 ഇന്റഗ്രലിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 8 a സ്ക്വയർ ഇന്റഗ്രൽ 0 to 2 സൈൻ ക്യൂബ് തീറ്റ ബൈ 2 ഡി തീറ്റ എന്നാവും. ഇനി സൈൻ ക്യൂബ് തീറ്റ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ പോസിബിൾ അല്ല. സോ അതിനെ മാറ്റണം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. സൈൻ 3 തീറ്റ ഈസ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ഇതിൽ നിന്ന് സൈൻ ക്യൂബ് തീറ്റ എഴുതിയാൽ എന്ത് വരും? 1/4 ഇൻറ്റു 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റ. സോ ഇതേപോലെ സൈൻ ക്യൂബ് തീറ്റയുടെ പ്ലേസിൽ തീറ്റ ബൈ 2 ആണെന്നേ ഉള്ളൂ ഇവിടെ. സോ അതിന് മാറ്റി കൊടുത്തത് എന്ത് കിട്ടും? 1/4 ഇൻറ്റു 3 സൈൻ തീറ്റ ബൈ 2 മൈനസ് സൈൻ 3 ഇൻറ്റു 3 തീറ്റ അല്ലേ, സൈൻ 3 ഇൻറ്റു തീറ്റ ബൈ 2 ഡി തീറ്റ. സോ ഇനി ഇപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. ഈ 8/4 ചെയ്യുമ്പോൾ 2 ആവും. 2 സ്ക്വയർ പുറത്ത് വരും. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് സൈൻ തീറ്റ ബൈ 2ന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് തീറ്റ ബൈ 2 ബൈ തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ് ആണ് 1/2 മൈനസ് ഓഫ് സൈൻ 3 തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ മൈനസ് കോസ് 3 തീറ്റ ബൈ 2 ബൈ 3 തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ് താഴെ കൊടുക്കണം ബൈ 3/2 വരും. അപ്പം 0 to 2π. ഇനി ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അതേപോലെ ഇവിടെ കോസ് പൈ കോസ് 3π ഒക്കെ വരുന്നുണ്ട്. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് കോസ് nπ എന്ന് പറഞ്ഞാൽ -1/n ആണ്. അതേപോലെ കോസ് 0 1 ആണ്. സോ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ 64π a²/3 എന്ന് കിട്ടും. ഓക്കെ. Next is find the surface area of the solid generated by revolving the curve x equal to a cos cube theta, y is equal to a sin cube theta about the x-axis. So ഇവിടെയും പാരാമെട്രിക് ഫോമിലാണ് കർവ്, റെവല്യൂഷൻ അബൌട്ട് ദി എക്സ് ആക്സിസ് ആണ്. സോ നമ്മൾ ഇപ്പോൾ പഠിച്ച ഫോമിലേക്കകത്ത് കൊടുക്കാം. ഓർ ഇതേ ക്വസ്റ്റിന് പകരം നമുക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. Find the surface area of the surface generated by revolving the curve x raised to 2/3 plus y raised to 2/3 is equal to a raised to 2/3 about the x-axis. സോ ഇങ്ങനെ ചോദിച്ചാലും ഈ തന്നിരിക്കുന്ന കർവിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ കർവിന്റെ പാരാമെട്രിക് ഫോം ആണ് x is equal to a cos cube theta, y is equal to a sin cube theta എന്നുള്ളത്. ഓക്കെ. സോ നിങ്ങൾ പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ദിസ് കർവ് ആണെന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിലും പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് ദിസ് കർവ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് എ കോസ് ക്യൂബ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ക്യൂബ് തീറ്റ എന്ന് കൊടുത്തിട്ട് അത് വെച്ച് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. നമ്മൾ ലെങ്ത് ഓഫ് ദി കർവ് ഇവാലുവേറ്റ് ചെയ്ത കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇതേ കർവിന്റെ തന്നെ ലെങ്ത് കണ്ടുപിടിച്ച പാരാമെട്രിക് ഫോമിലാക്കി ചെയ്യുന്നത് നമ്മൾ അവിടെയും പറഞ്ഞായിരുന്നു. അതേപോലെ സർഫസ് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോഴും പാരാമെട്രിക് ഫോമിൽ എഴുതി ചെയ്യുന്നതാണ് എളുപ്പം. ഓക്കെ. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതേ രീതിയിൽ ചെയ്യാം. സോ ഈ കർവ് ആസ്ട്രോയിഡ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു ഇത്. സോ ഇതിന്റെ ഫോം ഇങ്ങനെ വരും. ഇത് സിമെട്രിക് അബൌട്ട് ബോത്ത് ദ ആക്സിസ് ആണ്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലെ അതേ ഏരിയ തന്നെയാണ് എല്ലാ ക്വാഡ്രന്റിലും ഇതിന് വരുന്നത്. ഓക്കെ. സോ ഈ പോയിന്റ് A0യും ഈ പോയിന്റ് 0A ആയിരിക്കും. അതേപോലെ സിൻസ് ദ ഗിവൺ കർവ് ഇസ് നമുക്കിവിടെ ഈ മൊത്തം കർവിനെ നമുക്കറിയാം ബൈ റിവോൾവിംഗ് ദ കർവ് അബൌട്ട് ദി എക്സ് ആക്സിസ് ആണ്. സോ ഈ മൊത്തം കർവിനെ എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സർഫസിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ നോക്കിയാൽ അറിയാം സിൻസ് ദ ഗിവൺ കർവ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദ വൈ ആക്സിസ്. ഈ കർവ് എക്സ് ആക്സിസ് വെച്ചിട്ട് സിമെട്രിക് ആണ്, വൈ ആക്സിസ് വെച്ചിട്ട് സിമെട്രിക് ആണ്. ഞാൻ ഇവിടെ സിമെട്രിക് അബൌട്ട് ദ വൈ ആക്സിസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി മാത്രമാണ് എടുക്കുന്നത്. സോ ഈ കർവ് നിങ്ങൾ നോക്കുക സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിന്റെ രണ്ട് സൈഡിലും വൈ ആക്സിസ് നോക്കുക, വൈ ആക്സിസിന്റെ രണ്ട് സൈഡിലും എന്താണ് ഒരേപോലെയാണ് ഈ പോർഷൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ദ റിക്വയർഡ് സർഫസ് ഏരിയ ഈസ് ട്വൈസ് ദ സർഫസ് ഓഫ് റെവല്യൂഷൻ ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു a. ഈ കർവ് വൈ ആക്സിസിന്റെ രണ്ട് സൈഡിലും ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ വൈ ആക്സിസിന്റെ ഒരു സൈഡിലുള്ള സർഫസിനെ റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയയുടെ ഡബിൾ ആയിരിക്കും ഈ കർവ് മൊത്തം റിവോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുക. ശ്രദ്ധിക്കുക, വൈ ആക്സിസിന്റെ രണ്ട് സൈഡിലും ഇതിൽ കർവ് സിമെട്രിക് ആണ്, ഒരേ പോർഷൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വൈ ആക്സിസിന്റെ ഒരു സൈഡിലുള്ള കർവിനെ മൊത്തത്തിൽ ഞാൻ റിവോൾവ് ചെയ്തിട്ട് അപ്പൊ കിട്ടുന്ന ഏരിയയുടെ × 2 ചെയ്താൽ മതി ഈ മൊത്തം ഫിഗർ കിട്ടുന്ന റിവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ കണ്ടുപിടിക്കാൻ. ഓക്കെ. സോ വൈ ആക്സിസിന്റെ ഒരു സൈഡിലുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ അതായത് ഫസ്റ്റ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും വരും. ശ്രദ്ധിക്കുക, വൈ ആക്സിസിന്റെ ഒരു സൈഡ് ഞാൻ കൺസിഡർ ചെയ്യുന്നു, ഫസ്റ്റ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും ആണ് വരിക. അപ്പൊ അവിടെ എക്സിന്റെ വേരിയേഷൻ നിങ്ങൾ നോക്കിയാൽ എക്സ് 0 മുതൽ ഒറിജിൻ മുതൽ A0 എന്ന് പറയുന്ന പോയിന്റ് വരെയല്ലേ വേരിയ. സോ എക്സിന്റെ വേരിയേഷൻ എന്ത് വരും? 0 to A ആണ് വരിക. ഫസ്റ്റ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും മൊത്തം പോർഷൻ നോക്കിയാൽ അവിടെ എക്സിന്റെ ഫുൾ വേരിയേഷൻ 0 മുതൽ A വരെ. സോ അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് since a given curve is symmetrical about the y-axis, the required surface area is twice the surface of revolution between x equal to 0 and x equal to a. കാരണം x equal to 0 to a എന്ന് എടുക്കുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും വരും, മൊത്തം ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമല്ല. സോ ഈ പോർഷന്റെ സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 2 ചെയ്താൽ മതി ഈ മൊത്തം ഫിഗറിന്റെ ഏരിയയും കിട്ടാൻ, സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയയും കിട്ടാൻ. ഓക്കെ.
സോ ഇവിടെ എക്സിന്റെ വേരിയേഷൻ 0 to a എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് തീറ്റയുടെ വേരിയേഷൻ ആണ് ഇവിടെ വേണ്ടത്. കാരണം നമ്മുടെ പാരാമെട്രിക് ഫോമിലല്ലേ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ആസ് എക്സ് വേരീസ് ഫ്രം 0 to a, തീറ്റ വേരീസ് ഫ്രം പൈ ബൈ 2 to 0 ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് താഴെ കൊടുത്തിരിക്കുകയാണ്. എക്സിന് 0 കൊടുക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ക്യൂ തീറ്റ എന്നാണ് ഗിവൺ കർവിലെ ഒരു ഇക്വേഷൻ. സോ അവിടെ എക്സിന് 0 കൊടുത്താൽ എ കോസ് ക്യൂ തീറ്റ 0 ആകും. എ 0 അല്ല, അതുകൊണ്ട് തന്നെ കോസ് ക്യൂ തീറ്റ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് കോസ് തീറ്റ ഈക്വൽ ടു 0. കോസ് തീറ്റ 0 ആവുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ആകുമ്പോൾ. അതേപോലെ വെൻ എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂ തീറ്റ ഈസ് ഈക്വൽ ടു എ എന്ന് വരും. കോസ് ക്യൂ തീറ്റ ഈസ് ഈക്വൽ ടു 1. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 വരും. സോ കോസ് തീറ്റ 1 ആവുന്നത് തീറ്റ ഈക്വൽ ടു 0 ആകും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ് 0 മുതൽ എ വരെ വേരി ചെയ്യുമ്പോൾ തീറ്റ പൈ ബൈ 2 മുതൽ 0 വരെ വേരി ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പൈ ബൈ 2 ടു 0 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. 0 ടു പൈ ബൈ 2 കൊടുത്താൽ മതി. ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ശ്രദ്ധിക്കുക, ഞാൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ തീറ്റയുടെ ലിമിറ്റ് പൈ ബൈ 2 ടു 0 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏരിയയിൽ ഒരു നെഗറ്റീവ് സൈൻ വരും. ഓക്കെ, അത്രേ ഉള്ളൂ. ഏരിയ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ വന്നാലും പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ എടുക്കുന്ന രീതിയുടെ നമ്മൾ എങ്ങോട്ടാണ് റിവോൾവ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് 0 ടു പൈ ബൈ 2 വേണമെങ്കിൽ ഇട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, പൈ ബൈ 2 ടു 0 വേണമെങ്കിലും ഇട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഒരു നെഗറ്റീവ് സൈൻ്റെ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ, അത് വിഷയമല്ല. ഞാൻ ഇവിടെ 0 ടു പൈ ബൈ 2 ഇട്ടാണ് ചെയ്യുന്നത്. 0 ടു പൈ ബൈ 2 ഇട്ടാൽ പോസിറ്റീവ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങ് കിട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പൈ ബൈ 2 ടു 0 ഇട്ടും ചെയ്യാം. ഒരു നെഗറ്റീവ് സൈൻ വരും, ഏരിയ നെഗറ്റീവ് ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ഇനി തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ എനിക്ക് കിട്ടി 0 ടു പൈ ബൈ 2. അതേപോലെ ഇനി ഡി എക്സ് ബൈ ഡി തീറ്റയും ഡി വൈ ബൈ ഡി തീറ്റയും വേണം. സോ എക്സ് ഈക്വൽ ടു എ കോസ് ക്യൂ തീറ്റ ആണ്. ഡി എക്സ് ബൈ ഡി തീറ്റ എന്ത് വരും? എ ഇൻറ്റു കോസ് ക്യൂബ് തീറ്റ എക്സ് റൈസ് ടു എൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ വേണം. എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 വരത്തില്ല. സോ കോസ് ക്യൂബ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? 3 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എഴുതണം മൈനസ് സൈൻ തീറ്റ. സോ ഇതെന്ത് വരും? മൈനസ് 3a കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ. സിമിലർലി y is equal to a sin cube theta dy by d theta എഴുതുമ്പോൾ a ഇൻറ്റു സൈൻ ക്യൂബ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് റൈസ് ടു എൻ പോലെ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 വരുന്ന പോലെ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ വരുന്ന പോലെ സൈൻ ക്യൂബ് തീറ്റയുടെ 3 സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കൊടുക്കണം കോസ് തീറ്റ. സോ 3a സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. നമ്മുടെ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏരിയ ഈസ് ഈക്വൽ ടു ഇവിടെ 2 ഇൻറ്റു 2 ടൈംസ് ആണ് ഞാൻ എടുത്തത്. കാരണം ഞാൻ പറഞ്ഞു ഞാൻ y ആക്സിസിന്റെ ഒരു സൈഡിലുള്ള പോർഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ കിട്ടുന്ന ഏരിയ ട്വൈസ് ഇൻറ്റു 2 ചെയ്താൽ മതി മൊത്തം സർഫസ് ഓഫ് റെവല്യൂഷന്റെ ഏരിയ കിട്ടാൻ. സോ അതാണ് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്വൈസ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നമുക്ക് വേണ്ടുന്ന സർഫസ് ഏരിയ 2 ടൈംസ് എന്താണ് എടുത്തിരിക്കുന്നത്? 2 into 2 pi integral from 0 to pi by 2 formula എഴുതുന്നു. y root of dx by d theta square plus dy by d theta square d theta. That is 2 into 2 pi is 4 pi integral from 0 to pi by 2 y യുടെ വാല്യൂ a sin cube theta root of dx by d theta dy by d theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സ്ക്വയർ കൊടുക്കുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിന്റെ സ്ക്വയർ എടുക്കുന്നു. സോ ഈ a എന്ന് പറയുന്നത് റൂട്ടിന് ഇന്റഗ്രൽ ഔട്ട്സൈഡ് എടുക്കുന്നു. സോ 4 pi a integral 0 to pi by 2 sin cube theta into ഇനി ഈ റൂട്ടിനകത്തുള്ള ക്വാണ്ടിറ്റി നോക്കിയാൽ കോമൺ ഞാൻ എടുക്കുകയാണ് 9a square കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന രണ്ട് ടേമിലുണ്ട്. അത് കോമൺ എടുത്താൽ ബാക്കി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അത് 1 ആവും. സോ നമുക്ക് ഇങ്ങനെ കിട്ടും റൂട്ടിനകത്ത് 9a സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്താണ്? 9ന്റെ റൂട്ട് 3 a സ്ക്വയറിന്റെ റൂട്ട് a കോസ് സ്ക്വയർ തീറ്റയുടെ റൂട്ട് കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റയുടെ റൂട്ട് സൈൻ തീറ്റ. സോ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് എന്താണ്? 12 pi a സ്ക്വയർ. ഈ 3 into 4 ചെയ്യുമ്പോഴാണ് 12 pi എയും ഔട്ട്സൈഡ് എടുക്കും. സോ 12 pi a സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ 0 to pi by 2 എന്ത് കിട്ടും? സൈൻ റേസ് ടു 4 തീറ്റ കോസ് തീറ്റ ഡി തീറ്റ. ഓക്കെ, സോ ഇത് ഇവാലുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പവർ വരുന്ന സൈൻ തീറ്റ റേസ് ടു 4 അല്ലേ വരുന്നത്. അപ്പൊ സൈൻ തീറ്റയ്ക്ക് സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെ ഒരു കോമ്പിനേഷൻ വന്നാൽ നമ്മൾ ഏതിനാണോ പവർ ഉള്ളത് അതിനെ യു എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ യുയിലേക്ക് മാറ്റി ട്രാൻസ്ഫോം ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, വേരിയബിൾ ചേഞ്ച് ചെയ്ത്. സോ ഇവിടെ സൈന് കോസ് തീറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതിനാണോ പവർ കിടക്കുന്നത് അത് കൊടുക്കുക. കാരണം ഇവിടെ യു ഈക്വൽ ടു ഞാൻ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കൊടുത്താൽ ഡി യു എടുക്കുമ്പോൾ എനിക്ക് കോസ് തീറ്റ ഡി തീറ്റ അതായിട്ട് കിട്ടും. ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് ഡി തീറ്റ. സോ ഡി യു കോസ് തീറ്റ ഡി യു ഈസ് കോസ് തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി എനിക്ക് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ തീറ്റയിൽ നിന്ന് യുയിലേക്ക് മാറ്റണം. സോ തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ യു എന്ത് വരും നോക്കാം. തീറ്റ 0 ആകുമ്പോൾ യു സൈൻ തീറ്റ അല്ലേ. സോ യു ഈസ് സൈൻ 0 ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. അതേപോലെ തീറ്റ പൈ ബൈ 2 ആകുമ്പോൾ യു ഈസ് സൈൻ പൈ ബൈ 2 ദാറ്റ് ഈസ് 1. സോ ലിമിറ്റ് മാറും 12 pi a സ്ക്വയർ ഇൻറ്റു തീറ്റ 0 ആയപ്പോൾ യുവിന്റെ വാല്യൂ 0യും തീറ്റ പൈ ബൈ 2 ആയപ്പോൾ യുവിന്റെ വാല്യൂ 1ഉം. സോ ഇന്റഗ്രൽ 0 to 1 ആവും. സൈൻ തീറ്റയ്ക്ക് യു കൊടുത്താൽ യു റൈസ് ടു 4 ആവും. കോസ് തീറ്റ ഡി തീറ്റ ഈസ് ഡി യു. പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. 12 pi a സ്ക്വയർ ഇൻറ്റു യു റൈസ് ടു 4ന്റെ ഇന്റഗ്രൽ യു റൈസ് ടു 5/5 ഫ്രം 0 to 1.
ദാറ്റ് ഈസ് 12 പൈ എ സ്ക്വയർ ഇൻറ്റു 1/5 മൈനസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 12 പൈ എ സ്ക്വയർ ബൈ 5 എന്ന് കിട്ടും.